ഹലോ നമസ്കാരം. ALG ഫാഷൻ ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ അടിപൊളി ഹാങ്ങിങ് ഇയറിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഞാനൊരു OHP ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. B7000 ഗ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോണിന് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇച്ചിരി കൂർത്ത് നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ജംപറിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ജംപറിങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോൺ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റോൺ നമ്മൾ ഒട്ടിച്ചു കൊടുക്കില്ല, അപ്പോൾ B7000 ഗ്ലൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പുറകിലുള്ള ആ സിൽവർ കളർ കോട്ടിങ് ഇളകി പോകാൻ തുടങ്ങി. അങ്ങനെ സ്റ്റോൺ ആകെപ്പാടെ വൃത്തികേടായി പോയിട്ടോ. പിന്നെ ഞാൻ അത് രണ്ടാമത് വേറെ സ്റ്റോൺ ഇതിളക്കി കളഞ്ഞിട്ട് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് ഇങ്ങനത്തെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുക. ലാവൻഡർ കളർ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന് ചുറ്റും ഇതുപോലെ സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഗോൾഡൻ ചെയിനിൽ സ്റ്റോൺസ് വൈറ്റ് കളർ വരുന്നതാണ് കേട്ടോ. എപ്പോഴും പറയാറുള്ളത് പോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റോൺസ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ചെയിൻ കട്ട് ചെയ്ത് കളയുക. ഇനി സെക്കൻഡ് ലെയർ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് പേൾ ചെയിനാണ് കേട്ടോ. നേരത്തെ സ്റ്റോൺ ചെയിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലും സ്റ്റോൺസ് ഒക്കെ നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക. എന്നാലേ ഫൈനൽ ലുക്ക് ആകുമ്പോൾ നല്ല അടിപൊളിയായി കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ചെയിൻ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ സെക്കൻഡ് ലെയർ ആയ പേൾ ചെയിൻ ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേർഡ് ലെയർ ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഗോൾഡൻ ചെയിനിൽ ഗോൾഡൻ കളർ സ്റ്റോൺസ് വരുന്ന സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ നല്ല അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സ്റ്റഡാണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഹാങ്ങിങ് പോർഷനും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റഡിൽ ചെറിയ സ്റ്റോൺ വെച്ചതിന് പകരം അവിടെ വലിയ സ്റ്റോൺ വെക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഒരു ഫോർത്ത് ലെയർ എക്സ്ട്രാ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രാവശ്യം കാണിച്ചതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മുഴുവനും കാണിക്കുന്നില്ല. നേരത്തെ ഒട്ടിച്ചതിനേക്കാളും ഒരു ഇത്തിരി വലിയ സ്റ്റോണാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. അതിന് ചുറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ, പിന്നെ പേൾ ചെയിൻ, പിന്നെ ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിൻ, ഇത്രയാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഫോർത്ത് ലെയർ ആയിട്ട് ഇതുപോലെ ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് ആണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ കളറാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു. അപ്പോൾ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങളും പറയണം. ആ ലാവൻഡർ കളർ സ്റ്റോൺസ് ഇല്ലേ, അത് ഞാൻ ഒരു കോംബോ പാക്ക് വാങ്ങിച്ചതായിരുന്നു. 3 ഡിഫറെൻറ്റ് സൈസസിലായിരുന്നു കേട്ടോ ആ സ്റ്റോൺസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ആ പാക്കിൽ. അത് മാത്രമല്ല പല പല കളേഴ്സും ഉണ്ടായിരുന്നു. അതൊരു മിക്സ്ഡ് കോംബോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കളറിലെ കമ്മൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ സെലക്ട് ചെയ്തു. ഇനിയും കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വഴിയെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു കമ്മലിനുള്ളത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കമ്മലിന് വേണ്ടിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇത് ഡ്രൈ ആകാൻ വെക്കുക. മിനിമം 24 hours എങ്കിലും ഡ്രൈ ആകാൻ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓവർനൈറ്റ് എങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ ആയി കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റഡ് എടുക്കുക ആദ്യം. എന്നിട്ട് സ്റ്റഡ് ബേസും ഐപ്പിനും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ഇന്റർ കണക്ട് ചെയ്യാനുള്ളത്. ഇത് ജസ്റ്റ് സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ പാടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നൊന്നും വീഡിയോയിൽ കാണിക്കാഞ്ഞത്. അപ്പോൾ സ്റ്റഡിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഐപ്പിനും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്റ്റഡ് ബേസ് ഇത്തിരി ഞാൻ കയറ്റിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. സ്റ്റഡ് പോർഷനിൽ ഞാൻ ഐപ്പിന് ഒട്ടിച്ചു കൊടുത്തത് വെർട്ടിക്കലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്റർ കണക്ട് ചെയ്യാനുള്ള ഹാങ്ങിങ് പോർഷനിലുള്ള ഐപ്പിൻ ഹൊറിസോണ്ടലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നാലേ ഇന്റർ കണക്ട് ചെയ്യുമ്പോൾ ആ 2 പോർഷനും മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എത്രയാണോ ഐപ്പിൻസ് ഒട്ടിക്കേണ്ടത് അത്രയും ഏരിയയിൽ ഞാൻ ഇതുപോലെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് ഇന്റർ കണക്ട് ചെയ്യാനുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹൊറിസോണ്ടലായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് ഹാങ്ങിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കാം. ഹാങ്ങിങ് പോർഷനിൽ ഐപ്പിൻസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തമ്മിലുള്ള ഗ്യാപ്പുകൾ സെയിം ആയിരിക്കണം കേട്ടോ. എന്നാലേ ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പൊക്കെ നല്ല കറക്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്യാപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഐപ്പിൻസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഡ്രൈ ആയതിനു ശേഷം ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യം സ്റ്റഡും ഹാങ്ങിങ് പോർഷനും ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി ഐപ്പിൻസ് ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം 2 റൈസ് ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാങ്ങിങ് ബീഡ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 2 റൈസ് ലോറിയാൽസ് ഇങ്ങനെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഈ സെയിം കളറിലുള്ള ഹാങ്ങിങ് ബീഡ്സ് ഞാൻ അന്വേഷിച്ചായിരുന്നു കേട്ടോ, പക്ഷെ കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ജെല്ലി ബീഡ്സ് വെച്ച് ഞാൻ
ഹാങ്ങിങ് ബീഡ് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാൻ ആ ഹാങ്ങിങ് ബീഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്നാണ് കേട്ടോ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്യൂസ് വയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 2 mm വൈറ്റ് കളർ ബീഡ് ഇട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ജെല്ലി ബീഡും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എടുത്തിരിക്കുന്ന ജെല്ലി ബീഡ് 8 mm ആണേ. ഇനി ഞാൻ റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ച് ഇതുപോലെ ഇതൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ എൻഡില്ലേ അതിൽ ഞാനൊരു സാധാ നോസ് പ്ലയർ ആണ് പിടിച്ചത്. അതിനുശേഷം ഇതുപോലെ 2-3 പ്രാവശ്യം ചുറ്റി കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ലോറിയാൽ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ എക്സ്ട്രാ വരുന്ന ആ കമ്പി അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഇതുപോലെ തന്നെ എത്രയാണോ ലോറിയാൽസ് വേണ്ടത് അത്രയും ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കമ്മലിന് വേണ്ടിയിട്ട് ഞാൻ 10 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ 2 കമ്മലിന് വേണ്ടി 20 എണ്ണം. ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതിൽ അതാണ് കേട്ടോ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം 2 റൈസ് ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാങ്ങിങ് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 റൈസ് ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. റൗണ്ട് നോസ് വയർ ഉപയോഗിച്ച് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാൻ നേരത്ത് ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ ലോറിയാൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടാവും എന്ന് കാണാനുള്ള. അപ്പം അങ്ങനെ എല്ലാ ലോറിയാൽസും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത്. ഇനി രണ്ടാമത്തെ കമ്മലിനെയും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് വന്നിട്ടുള്ള ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ 2 കമ്മലും കൂടി ചെയ്തെടുത്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണിത്. ആ ലാവൻഡർ കളർ സ്റ്റോൺസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറകിലുള്ള കോട്ടിങ് ഇളകിപ്പോയത് കൊണ്ട് ഞാൻ ഈ 4 സ്റ്റോൺസും തന്നെ മാറ്റി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു ഈ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും ബൈ.